ദിലീപേട്ട, നമ്മുടെ രാജ്യത്തിൻ്റെ വിധി നിർണ്ണയിക്കുന്ന ഒരു ദിവസമാണല്ലോ റിലീസ് ഡേറ്റ്. അപ്പം ദിലീപേട്ടനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം നിർണായകമാണ് പവി കെയർടേക്കർ? ജോണി ചേട്ടനും ദിലീപേട്ടനും ഒന്നിച്ച സിനിമയെക്കുറിച്ച് നമ്മൾ ഇന്നും ഇവിടെ സംസാരിച്ചല്ലോ. അപ്പം ലൊക്കേഷനിലെ ജോണി ചേട്ടൻ്റെ സാന്നിധ്യം ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അനുകൂലമായിട്ട് വന്നിട്ടുണ്ടോ സംവിധാനത്തിൽ? അല്ല, സെക്യൂരിറ്റി ആളുകളെയും കെയർടേക്കേഴ്സിനെയൊക്കെ നമ്മൾ ദിവസം കാണുന്നുണ്ട്. അങ്ങനെ അവരോടെയൊക്കെ ഒബ്സർവ് ചെയ്തു എന്നല്ലാണ്ട് അതിന് പെർട്ടിക്കുലർ ആളെ നമ്മൾ പിടിക്കാൻ പോയിട്ടൊന്നുമില്ല. അപ്പോൾ കുഞ്ഞുപുരം ചെയ്യുമ്പോൾ 5-6 വൈകല്യമുള്ള ആളുകളെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് അവരിൽ നിന്ന് ഒരാളെ ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് പറയുന്ന പോലെ ഇത് അങ്ങനെ ഒന്നും പറയാൻ പറ്റൂല. ഇയാൾ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളായിരിക്കും, ഇയാൾ നിങ്ങളുടെ ഇടയിലുള്ള ഒരാളായിരിക്കും എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പവിത്രനാണ്. അതിന് തീരുമാനമൊന്നും ആയിട്ടില്ല. എന്റർടൈനർ ആയിരിക്കും എന്തായാലും, ഞാനും പ്രതീക്ഷിക്കുന്നു. ദിലീപേട്ട, ഇല്ല, ചെയ്തിട്ടില്ല. പറക്കമപ്പം തുടങ്ങാൻ പോണുള്ളൂ. ഡിങ്കനും വീണ്ടും ഷൂട്ടിംഗ് തുടങ്ങാനുള്ള പരിപാടികളാണ്. ഇല്ല, അതിപ്പോ എന്താണെങ്കിലും ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പടത്തിന് പേരിട്ടിട്ടില്ല. ക്യൂനും ജനഗണമനൊക്കെ എഴുതിയ ഷാരിസ് ഉണ്ട്. ഷാരിസിന്റെ ഇതില് പുതിയ ബിൻഡോ സ്റ്റീഫൻ എന്ന് പറഞ്ഞ ആള് വർക്ക് ചെയ്യുമ്പോൾ ഡയറക്ടറായിരിക്കുന്ന പടമാണ് ലിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ പപ്പ, അതൊക്കെ എല്ലാം പുതിയ ആൾക്കാരുടെ രീതികളും കാര്യങ്ങളൊക്കെയാണ്. പറക്കും പപ്പൻ, ഇതൊക്കെയാണ് കണ്ടിന്യൂസ് വരുന്ന പ്രോജക്റ്റുകൾ. കീ ആൻഡ് ശ്രീ എന്നൊക്കെ ഉള്ളതാണ്. ദിലീപേട്ട കുറച്ചു മുമ്പ് അദ്ദേഹം ചോദിച്ചെന്ന് ചോദിക്കാം. അതായത് ദിലീപേട്ടൻ ചെയ്ത കഥാപാത്രങ്ങളിൽ കുഞ്ഞിക്കുനിലായാലും ചാന്തുകൊട്ടലിലെ പച്ചക്കുതിരയായാലും അങ്ങനത്തെ ചെയ്ത കഥാപാത്രങ്ങളിൽ കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഫിസിക്കലി ആയാലും ശരി ചെയ്യുന്ന പെർഫോമൻസ് ആയാലും കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ഇപ്പം ചെയ്യുന്നതെല്ലാം നോർമലി ഉള്ളെങ്കിൽ ദിലീപേട്ടനായിട്ട് അല്ലെങ്കിൽ ദിലീപേട്ടൻ്റെ കഥാപാത്രങ്ങൾ എന്താ പറയുക, ദിലീപേട്ടൻ്റെ തന്നെ വിചാരിച്ചാൽ നടക്കുന്ന കുറച്ചുകൂടെ ചലഞ്ചിങ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ മലയാള സിനിമ കിട്ടുന്നില്ല എന്ന് കരുതുന്നുണ്ടോ? കിട്ടുന്നില്ല, താങ്കൾക്ക് കിട്ടുന്നില്ല എന്ന് കരുതുന്നുണ്ടോ? അതേപോലെ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന കഥകളല്ലേ നമുക്ക് അതേപോലത്തെ കഥകൾ പ്രതീക്ഷിക്കുന്നുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് കിട്ടുമോ എന്നുള്ളത്. അത് നിങ്ങൾക്ക് ഇഷ്ടമാകാവുന്ന കഥാപാത്രങ്ങളായിരിക്കും. ദിലീപേട്ട, നമ്മുടെ രാജ്യത്തിൻ്റെ വിധി നിർണ്ണയിക്കുന്ന ഒരു ദിവസമാണല്ലോ റിലീസ് ഡേറ്റ്. അപ്പം ദിലീപേട്ടനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം നിർണായകമാണ് പവി കെയർടേക്കർ? നിങ്ങൾ പറഞ്ഞതിൽ ഇപ്പം എല്ലാം ഉണ്ട്. അപ്പോ നിങ്ങളുടെ വിലയേറിയ ഒരു വോട്ട് നമുക്ക് തരിക പവി കെയർടേക്കർ അല്ലേ? എല്ലാവരും വോട്ട് ചെയ്യാനുള്ള അവസരം പാഴാക്കാതിരിക്കുക, വോട്ട് ചെയ്യുക. വോട്ട് ചെയ്ത് കഴിഞ്ഞ് നേരെ തിയേറ്ററിലേക്ക് വരിക. പവി കെയർടേക്കറിന് അടുത്ത വോട്ട് കൊടുക്കുക. താങ്ക് യു. അങ്ങനെ ഒരു കഥാപാത്രം അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന് ഒപ്പമോ അതിനേക്കാളും കൂടുതൽ പ്രേക്ഷകരുള്ളിൽ കയറുന്നത് ഇപ്പം പറക്കലിയാണ്, കാര്യസ്ഥൻ, പഞ്ചാബി ഹൗസ്, ഇതിലെല്ലാം അദ്ദേഹത്തിന്റെ ഒപ്പം അല്ലെങ്കിൽ അതിലെല്ലാം കൂടുതൽ നിൽക്കുന്ന ഒരു കഥാപാത്രമുണ്ടോ? ഇതില് ജോണിച്ചേട്ടന്റെ ക്യാരക്ടർ എങ്ങനെയാണ്? ത്രൂട്ട് നിൽക്കുന്നതാണോ? അത് എന്താണ് അതിന്റെ ഒരു? ആദ്യമേ ദിലീപേട്ടോട് പറഞ്ഞിരുന്നു ഒരിക്കലും എന്റെ മോളിൽ നിൽക്കരുത്, ഒരു മനുഷ്യർ ഒരു നില കണ്ടു നിന്നാൽ മതി എന്ന് പറഞ്ഞു. വളരെ കൺട്രോളായിട്ടുള്ള കാഴ്ച പടം കണ്ടാൽ മനസ്സിലാവും. വളരെ അത് വിനീതിന്റെ അല്പം പോലും കൺട്രോൾ എന്നുള്ളത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥ. കാരണം ഞാൻ ഈ കൊച്ചിയിൽ തന്നെ ഒരുപാട് ഫ്ലാറ്റുകളിൽ താമസിച്ചിട്ടുണ്ട്. എനിക്കത് ഏറ്റവും ഞാൻ സൗഹൃദം സൂക്ഷിക്കുന്ന സെക്യൂരിറ്റി ജീവനക്കാരുമായിട്ട്. കാരണം മിക്കവാറും കണ്ടിട്ടുണ്ടോ 55-60 വയസ്സായവരായിരിക്കും സെക്യൂരിറ്റീസ്. ഇവർക്കും വീടുണ്ട്. രാത്രി കാലങ്ങളിൽ അവർ ഉറക്കം വെച്ചായിരിക്കുന്നത്. ജോലി ചെയ്യുന്ന വേഷത്തിനെ കുറിച്ചാണ് പറയുന്നത്. ദിലീപ് സെക്യൂരിറ്റി അല്ലേ, ദിലീപ് കെയർടേക്കറും ദിലീപിനകത്ത് നന്മ ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞത് രാത്രി പകലെനിക്ക് ജങ്കാർ കേട്ട് പോകേണ്ടതുകൊണ്ട് ദിലീപ് രാത്രി സെക്യൂരിറ്റി ആയിട്ട് ദിലീപിക്കുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. അതുകൊണ്ട് ഞാൻ നോക്കിയത് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. എൻ്റെ സീൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി. ദിലീപായിട്ടുള്ള കോമ്പിനേഷൻ ഇഷ്ടമായിട്ട് തോന്നി. പിന്നെ ഞാൻ ചിലപ്പോൾ ആലോചിക്കും, ഒരു ദിലീപിനെ വെച്ചുള്ള സിനിമ സംവിധാനം ചെയ്തു, ഇപ്പം അദ്ദേഹത്തിനോട് അഭിനയിക്കാൻ കഴിയുന്നു. അത് ഈ പറഞ്ഞ പോലെ
കൂടെ ഓരോ കാലഘട്ടങ്ങളിൽ ഓരോരുത്തരുണ്ടായിട്ടുണ്ടെന്ന് അത്രയൊന്നും ആയിട്ടില്ലെങ്കിലും നാളെ ചിലപ്പോൾ എന്നെ കുറിച്ചും അങ്ങനെ പറയാം. അങ്ങനെയാണല്ലോ കാലം, ചരിത്രം. അങ്ങനെ ഉണ്ടാവട്ടെ. എന്തായാലും പവി കേട്ടേക്കറിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഒരു കാര്യം ഞാൻ പറയുന്നു, ന്യൂസ് പറയുമ്പോൾ സാധാരണക്കാരൊക്കെ പറയും ആ ദിലീപിന്റെ പുതിയ പടമുണ്ടല്ലോ, അഭിനീതി ചെയ്ത പടം കണ്ടിരിക്കേണ്ട നല്ല രസമുണ്ട്, പറഞ്ഞായിട്ട് കാണാൻ പടമാണ് എന്ന് പറയും എന്ന് എനിക്കൊരു ഉൾവിളി തോന്നുന്നുണ്ട്. അല്ലാതെ ഞാൻ ഫിലിമും കിടുമോന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം അല്ലേ അതെ കാരണം വിനീതേട്ടാ, ജോണി ചേട്ടനും ദിലീപേട്ടനും ഒന്നിച്ച സിനിമയെക്കുറിച്ച് നമ്മൾ ഇന്നും ഇവിടെ സംസാരിച്ചല്ലോ. അപ്പം ലൊക്കേഷനിലെ ജോണി ചേട്ടൻ്റെ സാന്നിധ്യം ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അനുകൂലമായിട്ട് വന്നിട്ടുണ്ടോ സംവിധാനത്തിൽ? അല്ല, അത് ജോണി ചേട്ടൻ ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സംവിധായകൻ നടനാവുമ്പോൾ നമുക്ക് കാര്യങ്ങൾ എളുപ്പമല്ലേ. ഒരു ഡയലോഗ് അല്ലെങ്കിൽ സീൻ വായിച്ചു കഴിയുമ്പോൾ തന്നെ ജോണി ചേട്ടൻ അറിയാതെ ഇങ്ങനെ ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ മനസ്സിൽ കണ്ട കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് എനിക്ക് മാറ്റണം എന്ന് തോന്നിയാൽ ഞാൻ പറഞ്ഞ അപ്പോൾ തന്നെ അത് ജോണി ചേട്ടൻ അതിനേക്കാൾ ഇരട്ടി തരും, അല്ലെങ്കിൽ കുഞ്ഞെ അതങ്ങനല്ല എന്ന് പറഞ്ഞു തരും. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ഷെയറാണ്. എനിക്ക് അദ്ദേഹത്തിൽ നിന്നും മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ കാര്യങ്ങൾ ഭയങ്കര ഹെൽപ്ഫുൾ അല്ലേ. ടോണി കുഞ്ഞേ എന്നൊക്കെയാണ് ഇപ്പൊ വിളിക്കുന്നത്. പണ്ട് മോനേനെ വിളിച്ചപ്പോൾ വേറെ എന്തോ ഒരു കുഴപ്പങ്ങൾ അല്ലേ. ദിലീപേട്ട 26-ാം തീയതി ഇലക്ഷനുമാണ്, ഈ സിനിമ ഇറങ്ങുവാണ്. അപ്പോൾ രണ്ടിനും ഒരു വളരെ നിർണായകമായ ദിവസമാണ്. അപ്പം ഇനി കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്താണ് പറയുന്നത്? പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഏപ്രിൽ 26-ാം തീയതി നിങ്ങളുടെ അടുത്ത തിയേറ്ററിലേക്ക് പവി കെയർടേക്കർ വരികയാണ്. നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുമ്പോൾ പവി കെയർടേക്കറെ മറക്കാതിരിക്കുക. നിങ്ങളുടെ എന്താ പറയുക, സ്നേഹത്തിൻ്റെ ഒരു കയ്യൊപ്പ് അല്ല, അങ്ങനെയല്ലേ പറയാ ജോണി, ഒരു തലോടൽ ഞങ്ങൾക്ക് തരിക, ഞങ്ങളെ അനുഗ്രഹിക്കുക. പവി കെയർടേക്കറിനെ ഒരു വലിയ വിജയമാക്കി തീർക്കാൻ നിങ്ങളും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് എ ലോട്ട്. അതാണ് അല്ലേ. താങ്ക് യു.